നമസ്കാരം പ്രിയപ്പെട്ട സാക്ഷി പ്രേക്ഷകരെ, ഏവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് സാക്ഷി കലോത്സവത്തിന്റെ മുന്നോടിയായി സ്വർണ്ണക്കപ്പ് രഥം ചടയമംഗലത്ത് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. അതിൻ്റെ ഭാഗമായി, അതിനെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി ചടയമംഗലത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി പ്രേക്ഷകർക്കായി എത്തിക്കുന്നത്. 2025 ജനുവരി 4 തിരുവനന്തപുരത്ത് തിരിതെളിയുന്ന കലോത്സവം 2025 ജനുവരി 4 തിരുവനന്തപുരത്ത് തിരിതെളിയുന്ന കലോത്സവം 2025 ജനുവരി 8 സമാപിക്കും. അതിനു മുന്നോടിയായിട്ടുള്ള സ്വർണ്ണക്കപ്പ് രഥം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലത്ത് എത്തിച്ചേരും. ആ എത്തിച്ചേരുന്ന രഥത്തിന് വരവേൽപ്പ് നൽകുന്ന ഘോഷയാത്രയാണ് ചടയമംഗലത്തു നിന്നും തത്സമയം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ചടയമംഗലത്തെ മുഴുവൻ സ്കൂളുകളെയും ഉൾപ്പെടുത്തി വർണ്ണശബളമായ ഘോഷയാത്രയൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരന്നാണ് സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നത്. 63ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി സ്വർണ്ണക്കപ്പ് രഥം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലത്ത് എത്തിച്ചേരും. സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ നിൽക്കുന്ന ചടയമംഗലത്തെ വിവിധ സ്കൂളുകളിലെ അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും ചേർന്ന് ഒരുക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യമാണ് സാക്ഷി ടിവി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒത്തുകുടയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നത്. ആ വരവേൽക്കുന്ന ഘോഷയാത്ര തത്സമയം സാക്ഷി ടിവി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു.
വനിതാ പഞ്ചായത്ത് അംഗം സഖി ഡാനിയൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിവി നായർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ചടയമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരടക്കം സാംസ്കാരിക നേതാക്കന്മാരടക്കം ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നു. 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി 2025 ജനുവരി 4 തുടക്കം കുറിക്കുകയാണ്. 2025 ജനുവരി 8 അവസാനിക്കുന്ന കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണ കപ്പ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലത്തിൽ എത്തിച്ചേരും. ചടയമംഗലം HSSന്റെ SPC കേഡറ്റുകളുടെ ബാൻഡുമേളം, വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചാണ് വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ, അധ്യാപകർ, അടക്കമുള്ളവർ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര അണിയിച്ചൊരുക്കുന്നത്. അല്പസമയത്തിനകം സ്വർണ്ണക്കപ്പ് ചടയമംഗലത്തേക്ക് എത്തിച്ചേരുകയും അതിന് ഗംഭീര വരവേൽപ്പ് നൽകുകയും സ്വീകരണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷി TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആയിക്കോട്ടെ.
ചടയമംഗലം കോവിഡ് ജില്ലയിലെ വിവിധ സ്കൂൾ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അണിനിരത്തിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സ്വർണ്ണക്കപ്പിൻ്റെ വരവേൽപ്പിൻ്റെ സ്വീകരണ ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യമാണ് സാക്ഷി TV തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അല്ല എടുക്കോ എന്നാ പോപ്പർ അടിച്ചു അതുകൊണ്ട് എടുക്കണം. നേരെ നോക്കിയില്ലേ നല്ല ലൈവ് 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 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് രഥത്തെ വരവേൽക്കുന്ന ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ചടയമംഗലത്ത് എത്തിച്ചേരുന്ന സ്വർണ്ണക്കപ്പ് രഥത്തെ ആവേശഭരിതമായ വരവേൽപ്പ് നൽകും. ബഹുമാനിയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചടയമംഗലത്ത് സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ചടയമംഗലത്തെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരടക്കം ചടയമംഗലം ഉപജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ ഒരു വരവേൽപ്പാണ് ചടയമംഗലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി TV തത്സമയം.
നിന്റെ കുറെ വരുന്ന എന്തിനാണോ നീ മണിക്കൂറുള്ള വിദ്യാർത്ഥികളെ പിരിവയിൽ സ്വർണ്ണക്കപ്പം വഹിച്ചുകൊണ്ടുള്ള രഥം ഏതാനും നിമിഷങ്ങൾക്കകം ചടയമംഗലത്തേക്ക് ചേരും. നമ്മോടൊപ്പം ചടയമംഗലം UPSCയിലെ പ്രധാന അധ്യാപകനായ ശ്രീ മനോജ് മംഗലത്ത് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു. നമസ്കാരം. കുട്ടികളുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന കലോത്സവത്തിന് നാളെ അനന്തപുരിയിൽ തിരിതെളിയുകയാണ്. അതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയുടെ അവസാന സ്വീകരണ പോയിന്റായ ചടയമംഗലത്ത് സ്വർണ്ണ ട്രോഫി എത്തിച്ചേരുകയാണ്. ആ ട്രോഫിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി അതിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ വിവിധ വ്യക്തിത്വങ്ങൾ ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. കൃത്യമായും ആ വിവിധ തയ്യാറെടുപ്പുകളെല്ലാം ഭംഗിയായി തന്നെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ആ സ്വർണ്ണക്കപ്പ് എത്തിച്ചേരുകയും അതിനെ വളരെ ബഹുമാനത്തോടെ ഔപചാരികതയോടെ ചടയമംഗലത്തിന്റെ മണ്ണിൽ സ്വീകരണം നൽകുകയുമാണ്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒറ്റ മനസ്സോടെ അണിചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യായ മന്ത്രിയാണ് ഈ ട്രോഫി നമ്മുടെ കൊല്ലം ജില്ലയിലെ അവസാന പോയിന്റായ ചടയമംഗലത്തെ ഏറ്റുവാങ്ങുന്നത്. ബാക്കിയുള്ള ജനപ്രതിനിധികളും നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസർമാരും നമ്മുടെ വിവിധ വിദ്യാലയങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രഥമാധ്യാപകരും അധ്യാപകരും PT അംഗങ്ങളും SMC അംഗങ്ങളും അതിലെല്ലാം ഉപരി ഈ മേള വിജയിപ്പിക്കാൻ, ഈ സ്വീകരണം വിജയിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞു മക്കളെല്ലാവരും കേരളത്തിലെ വ്യത്യസ്ത കലാരൂപങ്ങളുടെ വേഷങ്ങളും SPC, NSS തുടങ്ങിയ വിവിധ സംഘടനകളുടെ വേഷങ്ങളിലൊക്കെ അണിനിരന്നിരിക്കുകയാണ്. ഇത് ചടയമംഗലത്തെ സംബന്ധിച്ചോളം അഭിമാന മുഹൂർത്തമാണ്. ഒരു വലിയ വിജയമായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ അതിന്റെ സന്തോഷത്തിലാണ്. ചരിത്രം പേരുന്ന ജഡായുവിന്റെ മണ്ണിൽ 63ാമത് സംസ്ഥാന കലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കപ്പ് വരികയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 63ാമത് കലോത്സവം ജനുവരി 4-ാം തീയതി ആരംഭിക്കും. അതിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കപ്പ് കൊല്ലം ജില്ലയിലെ അവസാന സ്വീകരണമായ ചടയമംഗലത്ത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എത്തിച്ചേരും. ഈ സ്വീകരണത്തെക്കുറിച്ച് ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ ഈ സമയം സാക്ഷി ടിവിയോട് പ്രതികരിക്കുന്നു. കലോത്സവവുമായി ബന്ധപ്പെടുത്തി ആ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് കടന്നു പോകുമ്പോൾ വളരെ ആവേശകരമായ സ്വീകരണമാണ് ചടയമംഗലം നടത്തുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സ്വർണ്ണക്കപ്പ് ഇതുവഴി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും വിദ്യാർത്ഥികളും സ്കൂളുകാരും എല്ലാം വലിയ ആവേശത്തിലാണ്. ആ ആവേശമാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് ഇവിടെ നടക്കുന്നത്. ഉടനെ തന്നെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വലിയൊരു സംഭവമായി ചടയമംഗലത്തിൽ സംഭവമായി ഓർമ്മകളിൽ എന്നും നിൽക്കുന്ന സംഭവമായി ഇന്ത്യയുടെ മാറും കാര്യം.
അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് സ്വീകരണത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ അഡ്വക്കേറ്റ് സംകെ ഡാനിയൽ ശശി ടിവിയോട്. 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ഉള്ള സ്വർണ്ണക്കപ്പ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂളിൽ നിന്നും പ്രയാണം ആരംഭിച്ച സ്വർണ്ണക്കപ്പ് ഏതാനും നിമിഷങ്ങൾക്കകം ആ ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരുകയാണ്. സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുവാൻ ബഹുമാനിയായ ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും എല്ലാം ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് ചടയമംഗലത്ത് ഏറ്റവും ഹൃദ്യമായ സ്വീകരണം നൽകുന്നതിന് വേണ്ടി അണിനിരക്കുകയാണ്. ഈ സന്ദർഭത്തിൽ 14,000-ഓളം പാർട്ടിസിപ്പൻസ് അണിനിരക്കുന്ന ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സർ. ഉപജില്ലാ അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പിൽ സ്വീകരണം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലത്ത് നടക്കും. ചടയമംഗലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും വർണ്ണശബളമായ ഘോഷയാത്രയും നിരവധി സ്കൂളുകളുടെ അകമ്പടിയോടുകൂടിയുള്ള വരവേൽപ്പാണ് ഇന്ന് ഇവിടെ നൽകുന്നത്. പ്രസ്തുത പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി ടി വി പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. നമ്മൾ സ്വർണ്ണ കപ്പിനെ വരവേൽക്കാൻ നിൽക്കുകയാണ്. എല്ലാ ജനപ്രതിനിധികളും മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. വളരെ സന്തോഷം. വളരെ ചെറിയ പ്രീ പ്രൈമറി മുതലുള്ള കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി ഇതിനകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാ വ്യക്തികളുടെയും പിന്തുണയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ചടയമംഗലത്ത് നിന്നാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് നമ്മൾ ഇതിനെ കൈമാറുന്നത്. തട്ടത്തുമല സ്കൂളിൽ വെച്ചാണ് ആ ഗംഭീര പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകത കൂടി നമുക്ക് പുനലൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൂടെ പറയാണ്. വളരെയേറെ സന്തോഷം. എല്ലാവരുടെയും സഹായത്തിനും സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം നന്ദി. ചടയമംഗലം ഉപജില്ലയിലെ 59 സ്കൂളുകൾക്ക് പുറമെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് അഞ്ചൽ നമ്മുടെ അതായത് നമ്മൾ പുനലൂർ വിദ്യാഭ്യാസ ജില്ലയാണ്. ചടയമംഗലത്തെ സ്കൂളുകൾ കൂടുതൽ വന്നിരിക്കുന്നതേ ഉള്ളൂ. പുനലൂർ വിദ്യാഭ്യാസ ജില്ലയാണ്. പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ദൂരെയുള്ള സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അധ്യാപകരെല്ലാവരും പ്രധാന അധ്യാപകരും ഇവിടെ എത്തിയിട്ടാണ്. സന്തോഷം. ഡിഒ ആണ് നമ്മളിവിടെ സംസാരിച്ചത്. വലിയ ഒരു മുന്നൊരുക്കത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ബഹുമാനിയ ഡിഒയാണ് തത്സമയം നമ്മളോട് ചേർന്നത്. നമുക്ക് നമ്മോടൊപ്പം ഇപ്പോൾ ഈ ഘോഷയാത്രയുടെ വിശേഷങ്ങളുമായി ചടയമംഗലത്തിൻ്റെ ബഹുമാന്യ മന്ത്രി ക്ഷീരവികസന മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ ചേരുകയാണ് സാക്ഷി ടി വിയോടൊപ്പം. ഘോഷയാത്രയുടെ വിശേഷങ്ങൾ അവരെയും കിടന്നു. 63ാമത് കേരള സ്കൂൾ കലോത്സവം വളരെ ഗംഭീരമായി ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കൊല്ലത്തായിരുന്നു 62ാമത് കേരള സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചത്. ഏകദേശം ഇത്തവണയും 14,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവമായി നമ്മുടെ ഈ കേരള സ്കൂൾ കലോത്സവം മാറുകയാണ്. വിവിധ മേഖലകളിലുള്ള സാംസ്കാരിക മേഖലകളിലെയും നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര ഉൾപ്പെടെ ഈ നമ്മുടെ കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ച നമ്മുടെ സ്വർണ്ണക്കപ്പിന് എല്ലാ ജില്ലകളിലും വലിയ വൻപിച്ച സ്വീകരണങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരുന്നത്.
ഇവിടെയും വലിയൊരു സ്വീകരണത്തിനുള്ള തയ്യാറെടുപ്പാണ് വിവിധ സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ കുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെയും സംഘടിപ്പിക്കപ്പെട്ടത്. അത് തീർച്ചയായിട്ടും ഇത്തവണ ഒരു വലിയ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഈ സ്കൂൾ കലോത്സവത്തിലൂടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ആ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള കലോത്സവം വളരെ പൊടിപിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും കുട്ടികളെ ഉയർന്ന മേഖലകളിലേക്ക് അവരെ കടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വപരമായ പങ്ക് നമ്മുടെ ഈ കലോത്സവങ്ങളിലൂടെ ഉണ്ടാകുകയാണ്. കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കിട്ടിക്കൊണ്ട് ആ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യവും നമ്മുടെ ഈ കേരള സ്കൂൾ കലോത്സവത്തിലുണ്ട്. ഈ കലോത്സവം ഏഷ്യയിലെ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായി ഇത് മാറാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികളും അധ്യാപകരും എല്ലാവരും പൊതുരംഗത്തുള്ള ആൾക്കാർ ഉൾപ്പെടെ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എവിടെയും ചടയമംഗലത്ത് കാണുവാൻ കഴിയുന്നത്. ഇത് ഒരു വൻപിച്ച വിജയപ്രദമാക്കി മാറ്റുവാൻ ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കലോത്സവത്തിന് ആശംസകളുമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ തത്സമയം ചേരുകയാണ്. 63ാമത് സ്കൂൾ കലോത്സവം അതിനോടനുബന്ധിച്ചുള്ള സ്വർണ്ണക്കപ്പിന്റെ സ്വീകരണ പരിപാടിയാണ് ഇന്ന് ഈ ചടയമംഗലം മണ്ഡലത്തിൽ ചടയമംഗലം പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ടാണ് ചടയമംഗലത്ത് ഇതുപോലെ ഒരു സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് എത്തിച്ചേരുന്നത്. അതിന് വമ്പിച്ച സ്വീകരണമാണ് ചടയമംഗലം പഞ്ചായത്തിൽ വിവിധ സ്കൂളുകളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും നമ്മുടെ മിനിസ്റ്റർ അടക്കം ഉള്ള ജനപ്രതിനിധികളുടെയും പിന്തുണയോടുകൂടി നടക്കുന്നത്. ഈ കലോത്സവം ഒരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഘോഷയാത്ര അല്പസമയത്തിൽ തന്നെ ആരംഭിക്കും. കപ്പുമായി കടന്നു വരുന്ന രഥം ഏകദേശം ചടയമംഗലത്തേക്ക് എത്തിച്ചേരാറായിക്കൊണ്ടിരിക്കുന്നു. വൻപിച്ച ഒരുക്കങ്ങളാണ് ചടയമംഗലത്ത് സബ് ജില്ല ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകരുടെ സഹകരണവും ഡിഒ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചടയമംഗലത്ത് സ്വർണ്ണക്കപ്പ് രഥത്തിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകും. നഗ്നശബ്ദമായ ഘോഷയാത്രയും അതോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളുമാണ് സംഘടിപ്പിക്കുന്നത്. ഘോഷയാത്ര എത്തുന്നതിന് മുന്നോടിയായി സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളാണ് ഇതിൻ്റെ മുൻനിരയിൽ. അവരുടെ വാദ്യമേളത്തിൽ വാദ്യമേള അകമ്പടിയോട് കൂടിയാണ് ഘോഷയാത്ര തുടക്കം കുറിക്കുന്നത്.
ലൈവ് വിടുന്നുണ്ട്. ടിപ്പ് ചെയ്താൽ പോലെ ഞാൻ കുറച്ച് നാള് കണിയാപുരം ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി കലോത്സവത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ചടയമംഗലത്തിൻ്റെ ഈ തത്സമയം നമ്മളോടൊപ്പം ചെയ്തു. കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് സ്വീകരണമാണ് ഇന്നിവിടെ നമ്മുടെ ഉപജില്ലയുടെ ഭാഗമായി നടക്കുന്നത്. എല്ലാ സ്കൂളുകളിൽ നിന്ന് നല്ല പങ്കാളിത്തമാണ് ഉള്ളത്. അധ്യാപകരും കുട്ടികളും ജനപ്രതിനിധികളും എല്ലാവരും നേരത്തെ തന്നെ ഇവിടെ എത്തി സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവിധ ആശംസകളും. സ്വർണ്ണക്കപ്പും മത്സരത്തിലുള്ള മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള രഥം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ചടയമംഗലത്ത് എത്തിച്ചേരും. ചടയമംഗലം സബ് ജില്ലയിലെയും പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെയും വിവിധ സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരും ചേർന്ന് ചടയമംഗലത്ത് സ്വർണ്ണക്കപ്പിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകുകയെന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി TV തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വാദ്യമേളങ്ങളും
ഊർജ്ജസ്വലമായ ഘോഷയാത്രയും ഒരുക്കി ചടയമംഗലം കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പിൻ്റെ വരവേൽപ്പ് അല്പസമയത്തിൽ നിന്നും ചടയമംഗലത്ത് ആരംഭിക്കും. കപ്പ് വഹിച്ചുകൊണ്ടുള്ള രഥം ചടയമംഗലത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ബഹുമാന്യ മന്ത്രി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കപ്പ് ഏറ്റുവാങ്ങും. വഹിച്ചുകൊണ്ടുള്ള വാഹനം ചടയമംഗലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി ചടയമംഗലം KSRTC എതിർവശമുള്ള മൈതാനത്ത് ഏറ്റവും വലിയ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് വളരെ ആവേശപൂർവ്വം കൈയടിച്ച് കപ്പിനെ സ്വീകരിക്കുകയാണ്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഇവിടെ അടിച്ചുകൂടിക്കൊണ്ടാണ് ഈ സ്വർണ്ണക്കപ്പിന് ഇവിടെ വമ്പിച്ച ഒരു വരവേൽപ്പ് നൽകുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് 23ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള വാഹനം ചടയമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ KSRTC എതിർവശമുള്ള മൈതാനത്ത് ഘോഷയാത്രകൾ വന്നു ചേരുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ബഹുമാന്യ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കപ്പ് ഏറ്റുവാങ്ങി സ്വീകരണം നൽകിയതിനു ശേഷം തട്ടത്തുമലയിലേക്ക് ഉള്ള അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഈ സ്വർണ്ണക്കപ്പ് വാഹനം പോകുന്നതായിരിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെയും അധ്യാപകരുടെയും ഫോറത്തിന്റെയും ഒരായിരം ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ചരിത്രമുറങ്ങുന്ന ജടായുബന്ധങ്ങളിൽ ഇതിന്റെ സ്വർണ്ണക്കപ്പിന്റെ പേരിലായി ഇതായി വഴിക്കാരിയോട് ഓടിക്കൊള്ളാം. പ്രദേശം നോക്കി നിർത്തണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ ഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനിയായ മന്ത്രി 63ാമത് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഘോഷയാത്രകൾ KSRTC
ബസ് മറ്റുള്ള വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും അല്പസമയത്തിനുള്ളിൽ തന്നെ ബഹുമാന്യ സ്വീകരിക്കാവുന്നതാണ്. വരുന്ന നമ്മുടെ മുഴുവൻ കുട്ടികളെയും സൗകര്യപ്രദമായ ഇടങ്ങളിൽ നിർത്തി എല്ലാവർക്കും കാണുന്നതിനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും ഇതിനടുത്തുള്ള ഫോട്ടോ എടുക്കുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്കൂളുകാരും സൗകര്യപ്രദമായി ബഹളങ്ങളും തിരക്കുകളും ഇല്ലാതെ ആ സംവിധാനം ഒരുക്കിത്തരണം എന്ന് വളരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. നമ്മുടെ ആ സ്വർണ്ണ ട്രോഫിക്ക് അകത്ത് കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികളെ വരിവരിയായി നമ്മുടെ ആ സൈഡുകളിലേക്ക് നിർത്തണം. കുട്ടികളെ ഒതുക്കി നിർത്തിയതിനു ശേഷമാണ് നമ്മുടെ ട്രോഫി ഇതിനകത്തേക്ക് വരുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ട്രോഫിയെ സ്വീകരിക്കുന്നത്. 13ാമത് സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണ ട്രോഫി ചരിത്രമുറങ്ങുന്ന ചടയമംഗലത്തിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സുന്ദര മുഹൂർത്തത്തെ എതിരേൽക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾ, അധ്യാപകർ, ജനപ്രതിനിധികൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ വേദിക്ക് സമീപത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്വർണ്ണ ട്രോഫി ഇതാ ഈ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനായ മന്ത്രി ആ ട്രോഫി ഏറ്റുവാങ്ങുന്നതാണ്. ചടയമംഗലം സബ് ജില്ലയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇപ്പോൾ ആരമണിയിച്ച് ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്നു. 5 നാൾ പത്മനാഭന്റെ മണ്ണിൽ കലയുടെ മാമാങ്കം തിരിതെളിയുമ്പോൾ അതിന് ശക്തമായ പിന്തുണയുമായി ഇതാ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും രംഗത്ത്. ബഹുമാനിയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്ന തത്സമയ ദൃശ്യത്തിലേക്ക് മാല ഇവിടെ വെച്ചാൽ ബഹുമാനിയായ ക്ഷീരവികസന വകുപ്പ് മന്ത്രി സ്വർണ്ണക്കപ്പിന് ഹാരമണിയുന്ന തത്സമയ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാരടക്കം നടത്തിക്കൊണ്ട് കപ്പിനെ സ്വീകരിക്കുന്ന തത്സമയ ദൃശ്യം. വിവിധ മേഖലകളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾ, പ്രിയങ്കരായ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ, വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുവാൻ പോവുകയാണ്. നമുക്കറിയാം, അതിന് മുന്നോടിയായിട്ട്
കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണക്കപ്പ് നേടിയെടുത്ത കണ്ണൂർ ജില്ലയിൽ നിന്നും ആ സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിച്ച് ഇന്ന് ചടയമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവം എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കുട്ടികളുടെ കലോത്സവത്തിലാണ് തിരിതെളിയുവാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം 62ാമത് കേരള സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലം ജില്ലയിലാണ്. വളരെ ഗംഭീരപ്രദമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 14,000-ഓളം വരുന്ന കേരള സംസ്ഥാനത്തെ മുഴുവൻ കുഞ്ഞുങ്ങളും ആ കലാപരിപാടികളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുവാൻ കഴിഞ്ഞ ഏക ഒരു സംസ്ഥാന കലോത്സവം എന്ന് വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കൊല്ലം കലോത്സവത്തിനെ നമുക്ക് കാണുവാൻ കഴിയും. ആ കലോത്സവമാണ് ഇത്തവണ അതിലും പൂർവാധികം ഗംഭീരമായി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നടക്കുവാൻ പോകുന്നത്. ആ നടക്കുവാൻ പോകുന്ന സംസ്ഥാന കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഇത്തവണത്തെ ആൾക്കാർക്ക് കൊടുക്കുവാനുള്ള, ഇത്തവണത്തെ കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ഈ സ്വർണ്ണക്കപ്പാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്ന് നമുക്കറിയാം നിരവധിയായിട്ടുള്ള സ്വീകരണങ്ങൾ ഇന്ന് ഇനിയും നടക്കുവാനുണ്ട്. തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് വളരെ ഗംഭീരപ്രദമായി ഈ സ്വീകരണ യോഗം മാറ്റുവാൻ വേണ്ടി മുന്നിട്ട് വന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ചടയമംഗലത്ത് എത്തിയ ഈ സ്വർണ്ണക്കപ്പ് നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി തന്നെ ഏറ്റുവാങ്ങിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികൾക്ക് കാണാനുള്ള എല്ലാവർക്കുമുള്ള അവസരമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കാണാനും സ്കൂളിലും കുട്ടികൾ സ്വർണ്ണക്കപ്പ് കാണാൻ വരിവരിയായി വരുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. മാറിയിട്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് അവസരം കൊടുക്കാൻ സംഘാടകർ ശ്രദ്ധിക്കണം. കുട്ടികൾ വരിയായി വന്ന് ഇത് കണ്ടിട്ട് പോകണം. ഒരു ലൈനായിട്ട് സംഘാടക നിർത്തുക. വരിയായിട്ട് ഇതുവഴി കയറാൻ ശ്രമിക്കല്ലേ? അതിന്റെ ബാക്കിൽ കൂടെ വരുന്നതായിരിക്കും. നിങ്ങൾ അപ്പുറത്തൂടെ വാ. ബാക്കിയുള്ളവരെല്ലാം എച്ചമ്മോട് കണ്ടിട്ട് എച്ചമ്മോടെല്ലാം പുറകോട്ട് മാറിയതിനു ശേഷം ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ആ ട്രോഫി കാണാനും ഫോട്ടോ എടുക്കാനുള്ള അവസരം എടുക്കണം. സംഘാടക സമിതി ദയവായി ശ്രദ്ധിക്കുക. ആ ട്രോഫിയുടെ ബാക്കിലായി നിൽക്കുന്ന നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ എല്ലാവരും സ്വീകരിച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ട്. കുട്ടികളുടെ വഴിയായി കുട്ടികൾക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. രാവിലെ മുതൽ ഇത് വിജയിപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ട്രോഫി ഏറ്റുവാങ്ങിയതിനു ശേഷം ബഹുമാനീയ മന്ത്രി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ധർമ്മശാലയിലേക്ക് മടങ്ങുകയാണ്. ഈ കുട്ടികളെല്ലാം ഇത് കാണിച്ചതിന് ശേഷം ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഒരു കുട്ടികളും മിസ്സാവുന്ന തരത്തിൽ വളരെ ശ്രദ്ധയോടെ ട്രാഫിക്കൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ സ്കൂൾ വാഹനങ്ങൾ ഈ കോമ്പൗണ്ടിനുള്ളിൽ കയറ്റിയതിനു ശേഷം കുട്ടികളെ കയറ്റാം. റോഡ് ക്രോസ് ചെയ്യാതെ തന്നെ സ്കൂളിൽ നിന്നും വന്ന വാഹനങ്ങൾ ഗ്രൗണ്ടിൽ കയറ്റി വലിയ കുട്ടികളെ അതിനകത്ത് കയറ്റി സുരക്ഷിതമായി കൊണ്ടുപോകണം. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇത് കണ്ടു എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ സ്വർണ്ണ ട്രോഫി കണ്ട കുട്ടികൾ ആ മരത്തിന്റെ മുകളിൽ തണലത്തായി പോയി നിൽക്കുക. നമ്മൾ കറങ്ങി ആ മരത്തിന്റെ മുകളിൽ ഇത് കണ്ടുകളിൽ ആ മരത്തിന്റെ മുകളിലായിട്ട് ചുവട്ടിൽ ആ തണലിൽ പോയി നിൽക്കണം. ബാക്കിയുള്ള കുട്ടികൾ കണ്ട് അതുപോലെ വരിയായി അവിടെ പോയി നിൽക്കണം. അത് ഓരോ സ്കൂളിലെയും വാഹനങ്ങൾ ഈ ഗ്രൗണ്ടിൽ കടന്ന് വരിയായി കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുപോകണം എന്നറിയിക്കുന്നു. ഈ സ്വർണ്ണക്കപ്പ് കണ്ടതിന് ശേഷം
പത്രമാധ്യാപകരും സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും ഇതിനെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ തട്ടത്തുമല വരെ ഈ ട്രോഫി യാത്രയാക്കും. അതുകൂടി എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. സ്കൂളുകളിൽ വന്ന കുട്ടികളെ കൊണ്ടുപോയതിനു ശേഷം നമുക്ക് ഇതിനെ അനുഗമിക്കുന്നവർ ഇതിലൂടെ ഉണ്ടാകും. നമുക്ക് 5 മിനിറ്റ് കൂടി മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും DPയും ഒക്കെ ഈ ട്രോഫി കാത്ത് തട്ടത്തുമല നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാവരും കണ്ട് അതിനടുത്ത് നിൽക്കാതെ കണ്ട് പെട്ടെന്ന് പോകണം. തിരുവനന്തപുരം ജില്ലയിൽ ഉയർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. അത് എല്ലാവരും കണ്ടിട്ട് കൃത്യമായി ടീച്ചേഴ്സ് അവരെ കാണിക്കുന്നത് പെട്ടെന്ന് കാണിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതാണ്. ട്രോഫിക്ക് മുന്നിലായി നിൽക്കരുത്. നമുക്ക് കണ്ട കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ പെട്ടെന്ന് പോകും. മറ്റുള്ളവർക്ക് കൂടി കാണാനുള്ള അവസരം കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയിൽ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കണ്ട് മറ്റുള്ളവർക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ടീച്ചേഴ്സിന്റെ അടിയന്തരമായ ശ്രദ്ധയ്ക്ക് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സാക്ഷി ടിവിക്ക് വേണ്ടി ഈ തത്സമയ ദൃശ്യം രാജമോഹൻ. പെട്ടെന്ന് മാറി നിൽക്കണം. കണ്ടിട്ട് മാറി നിൽക്കണം. ദയവായി നിങ്ങൾ മാറി നിൽക്കണം. അതിന്റെ മുന്നിലായിട്ട് ആരും നിൽക്കരുത്. കണ്ട കുട്ടികൾ അത് കണ്ട് പെട്ടെന്ന് അടുത്ത കുട്ടികൾക്കുള്ള അവസരം കൊടുക്കുക. നമുക്ക് ചെറിയ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ദയവായി സഹകരിക്കണം. നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ മക്കൾക്കും ഇത് കണ്ട് മടങ്ങണം. ഈ വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ചടയമംഗലത്ത് ഇതിനുള്ള അവസരം ലഭിക്കുക. അതുകൊണ്ട് കൃത്യമായി എല്ലാവരും എല്ലാ കുഞ്ഞുമക്കൾക്കും കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് മക്കള് വളരെ പെട്ടെന്ന് നിങ്ങൾ പോകണം. സതീഷിന്റെ ശ്രദ്ധയ്ക്ക്, മഹാത്മാ സതീഷ് ശ്രദ്ധിക്കുക. നമ്മുടെ മുത്തുക്കുടകളെല്ലാം വാങ്ങി വെക്കണം. നമ്മുടെ 4 മുത്തുക്കുടകളുണ്ട്, അത് വാങ്ങി വെക്കണം. നമ്മുടെ ഫ്രണ്ടിൽ പിടിച്ചുകൊണ്ടുപോയ സബ് ജില്ലയുടെ ബാനറും വാങ്ങി വെക്കാൻ ശ്രദ്ധിക്കുക. ബാനറും ആ 4 മുത്തുക്കുടകളും അവിടെ സൂക്ഷിക്കണം. നമ്മുടെ ജില്ലയുടെ ബോർഡറായ തട്ടത്തുമലയിലേക്ക് യാത്ര തിരിക്കും. കണ്ട കുട്ടികൾ കുറച്ച് മുന്നോട്ട് മാറി മറ്റുള്ളവർക്ക് കൂടി കാണാനുള്ള അവസരം കൊടുക്കണം. സംഘാടക സമിതിയുടെ ശ്രദ്ധയ്ക്ക് മുഴുവൻ കുഞ്ഞുങ്ങൾക്കും കാണാനുള്ള അവസരം ഒരുക്കേണ്ടതാണ്.